Good evening, guys. So, we are now getting to the last little celebration of today's events. Basically, we were going to do this as a full-on surprise, but unfortunately, they found out. So, this is a special little dedication that we, as cousins and close relatives, we're all dedicating this for our dearest Stebin and Blessy. But before that, we've put a lot of effort, time, and our heart and soul into this. So I hope you guys enjoy it as much as Ryan has enjoyed making it. So please, can I request that we get each and everybody's attention while we do this. ഇത് കൊള്ളാമെങ്കിൽ മാത്രം കൈയടിക്കുക. ഇല്ലേ കൂവിക്കോ, പറ്റുന്ന അത്രയും അയക്കോ. We'll do our best. എന്നിട്ട് ശരിയായില്ലേ ആയിക്കോട്ടെ. But can I get a woo or some sort of appreciation for that? Everybody on it, yeah? All right, we're about to begin this. Ready? This story begins far, far away in Rani. Blessy കുട്ടിനിക്കറിട്ട് കളിച്ച് നടന്ന നാട്. ചെറുപ്പത്തിൽ തന്നെ അവളുടെ ലൈഫ് ഒരു റണ്ണിങ് കമൻട്രി പോലെയായിരുന്നു. മൈൻഡ് ഓൾവേസ് ഫുൾ ഓഫ് തോട്ട്സ്, റിയാക്ഷൻസ് ആൻഡ് എക്സ്പ്രഷൻസ്. ഷീ ഗ്രൂ അപ്പ് റീഡിംഗ് ബാലരമ ആൻഡ് വാച്ചിങ് കുട്ടിച്ചാത്തൻ. പിന്നീട് UK വന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ പതിയെ അപ്ഗ്രേഡായി ടു ഫ്രണ്ട്സ്, ഹൗ ഐ മെറ്റ് യുവർ മദർ and lots of Laletan movies. Hey, how you doing? ഇതിന്റെ പുത്തൻ റേബൻ ഗ്ലാസ് ഇത് ചവിട്ടി പൊട്ടിച്ച് നിന്റെ കാലയും വിട്ടു. So, naturally ഡ്രാമയുണ്ട്, പക്ഷെ ലൗഡാണ്, എന്നാൽ എക്സ്പ്രസീവുമാണ്. ബ്ലെസ്സി വളരുന്ന പ്രായം തൊട്ടേ ഏത് സിനിമ കണ്ടാലും അതിലെ നായിക അവളാണ് എന്ന് തോന്നുന്ന ഒരു യാഥാർത്ഥ്യത്തിലാണ് അവൾ ജീവിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അമ്മ വീട്ടിലെ അരികത്തുള്ള ഒരു തോട് കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ ഏതോ ഒരു സിനിമയിൽ കാവ്യാമാധവൻ കാല് നനയ്ക്കുന്ന സീൻ പെട്ടെന്ന് ഓർമ്മ വന്നു. മമ്മി ഇങ്ങ് നോക്കിക്കേ, ഞാൻ കാവ്യാമാധവനെ പോലെ കാല് നനച്ചിരിക്കുക. മോളെ, സിനിമയൊക്കെ വെറും സിനിമയാ, നീ അവിടെ ചുമ്മാ അടങ്ങിയിരുന്നേടി. കഷ്ടകാലത്തിന് ആ സിനിമയിലെ അടുത്ത സീൻ കാവ്യമാധവൻ കായലിലോട്ടെടുത്ത് ചാടുന്ന സീനായിരുന്നു. പക്ഷേ പാവം ബ്ലെസ്സിക്ക് അന്നും ഇന്നും ബോധം വന്നിട്ടില്ലാത്തത് കൊണ്ട് അവളും ആ തോട്ടിലേക്ക് അതുപോലെ എടുത്തു ചാടി. അയ്യോ മമ്മി, എന്നെ രക്ഷിക്കൂ മമ്മി. ബ്ലെസ്സിയുടെ ഭാഗ്യത്തിന് ബീനാൻറ്റി ആ പഞ്ചായത്തിലെ തന്നെ ബെസ്റ്റ് സ്വിമ്മർ ആയതുകൊണ്ട് ബ്ലെസ്സി എന്ന ഈ മുതൽ ഇപ്പോഴും നമ്മുടെ മുൻപിലിരിക്കുന്നു. മോളെ, നീ എന്നെ കാണിച്ചേ. ഓ, ദൈവം നിന്നെ കാത്ത്, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഓ, പക്ഷെ മമ്മി, ആ സിനിമയിൽ കാവ്യമാധവൻ ഇങ്ങനെയല്ലേ ചെയ്തേ? അവളുടെ ഒരു കാവ്യമാധവൻ. ഇതുപോലെ ഓരോ ദിവസവും ഇവൾ ഓരോ അടവുകളായിട്ട് അങ്ങനെ വളർന്നു. അങ്ങനെ നമുക്ക് പെൺകുട്ടിയുടെ ചൈൽഡ്ഹുഡ് തരികിടകളൊക്കെ ഏകദേശം മനസ്സിലായി. ബട്ട് അവൾ വിചാരിച്ച് കാണത്തില്ല അതിൻ്റെ അപ്പുറം അഭ്യാസം കയ്യിലുള്ള ഒരു അടിമാലി പയ്യൻ്റെ കഥ. സ്റ്റെബിൻ. ഈ പയ്യനെ വീട്ടിൽ അടങ്ങിയിരിക്കാൻ അറിയില്ല, ഓടി ഓടി നടക്കാനാണ് ഇഷ്ടം.
ക്ലാസ്സിലിരുന്നാലോ മൈൻഡ് ഫുൾ പ്ലേ ഗ്രൗണ്ടിലുമാണ്. പിന്നെ സ്റ്റെബിനൊരു കുഴപ്പമുണ്ട്, എപ്പോൾ പന്ത് കണ്ടാലും അതിൻ്റെ പുറകേ ഓടണം. Yo, pass me the ball, man. അയ്യടാ TV പൊട്ടി. I'm finished. എടാ കുരുത്തം കെട്ടവനെ, നിന്നെ ഞാൻ ശരിയാക്കും. അവന്റെ ഒരു ഫുട്ബോൾ കളി, ഒരു റൊണാൾഡോയും. സ്റ്റെബിൻ ഒരു ഫുട്ബോൾ താരമാകുമെന്ന് വിചാരിച്ച് ഇതുപോലെ ഓരോ ദിവസവും ഫുട്ബോൾ കളിയായിട്ടിറങ്ങും. അല്ലെങ്കിൽ പറമ്പിലെ മാങ്ങയ്ക്കിട്ട് കല്ലെറിഞ്ഞ് അവസാനം വീട്ടിലെ ജനലുകൾ പൊട്ടിക്കും. ഇതുപോലെ ഓരോ കൊച്ചു കൊച്ചു അടവുകളും വിദ്യകളുമായി അവനും വളർന്നു. ലേറ്റർ സ്റ്റെബിൻ ഫുട്ബോൾ കളിച്ച് ഒടുക്കം കാലുമൊടിഞ്ഞു. ഫുട്ബോൾ പ്ലെയർ ആകാനുള്ള ഹോപ്സ് ഡൗൺ ദ ഡ്രെയിൻ. അതിനുശേഷം വേറെ എന്തെങ്കിലും ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്നുള്ള വിചാരം വന്നു. shit. Could have gone pro, but I tore my ACL. ഇനി IT ഫീൽഡ് തന്നെ പിടിക്കാം. So, after a few years later, സ്റ്റെബിൻ അവൻ്റെ കോളേജ് ലൈഫ് ആരംഭിച്ചു അറ്റ് പോർട്സ്മൗത്ത് യൂണിവേഴ്സിറ്റി. IT കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അസൈൻമെൻറ്റ്സ്, പിന്നെ ലേറ്റ് നൈറ്റ്സ്, ന്യൂ ക്യാമ്പസ്, ന്യൂ ഫ്രണ്ട്സ്, അങ്ങനെ ജീവിതം ഫുൾ സ്പീഡിൽ മുന്നോട്ട്. While Stebin was busy figuring out his path, somewhere else, Blessy was doing the same, but with a little extra tulichatam. She left home to study biomedical science at St. George's University. അവിടെ വെച്ച് പുതിയ കുറേ ക്യാരക്ടേഴ്സ് കൂടെ അവളുടെ ലൈഫിൽ വന്നു. ഹായ് ബ്ലെസ്സി. ഹായ് ശില്പ. ഹായ് ടുട്ടു. എടി, നമുക്ക് ലൈബ്രറി പോകണ്ടേ? ലൈബ്രറിയിലൊക്കെ പോവാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആ പള്ളിയുടെ ഇപ്പുറത്തെ കൊറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയാലോ? വുഡ് യു തിങ്ക് ടുട്ടു? Oh my days. Yeah, let's go. No, but guys, നമുക്ക് നാളെ എക്സാമാ. എക്സാമോ? അത് വരും പോകും, പക്ഷെ ഫുഡ് അതാണ് ഇമ്പോർട്ടൻറ്റ്. യെസ്, ഇതാണ് സ്പിരിറ്റ്. വാ നമുക്ക് പോകാം ഗൈസ്. അങ്ങനെ അവസാനം കൊറിയൻ ഫുഡ് അടിച്ചടിച്ച് ലൈബ്രറിയിലും പോയില്ല, വയറ് നിറച്ച് നൈസായിട്ട് വീട്ടിൽ വന്നുറങ്ങി. എക്സാം ഡേൻ്റെ രാവിലെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി ദൈവത്തെ സോപ്പിട്ട് എങ്ങനെയോ ബ്ലെസ്സി എക്സാംസ് ഒക്കെ പാസ്സായി. ഇങ്ങനെ ഓരോ ദിവസം കുറച്ച് കൊറിയൻ അല്ലെങ്കിൽ മസാല ദോശ ആയിട്ട് അവരുടെ യൂണിവേഴ്സിറ്റി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതൊക്കെയാണേലും one thing that kept them together was their dance life.
അങ്ങനെ ഒടുക്കം ബ്ലസ്സി എക്സാംസ് എല്ലാം പാസ്സായി ഡിഗ്രി സർട്ടിഫിക്കറ്റും കിട്ടി. അവിടുത്തെ ക്യാമ്പസ് ലൈഫിൽ കർട്ടൻ വീണു. മീൻ വൈൽ ഓൺ ദി അതർ സൈഡ് അടിച്ചുപൊളി ലേറ്റ് നൈറ്റ്സ്, ഫുട്ബോൾ എല്ലാം കഴിഞ്ഞ് അസൈൻമെൻറ്റ്സ് ഒക്കെ ലാസ്റ്റ് മിനിറ്റിലാണേലും സബ്മിറ്റ് ചെയ്ത് സ്റ്റെബിനും അവൻ്റെ ഡിഗ്രി സെക്യൂർ ചെയ്തു. പക്ഷേ സ്റ്റെബിൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്ലെസ്സിക്ക് ഡോക്ടർ ആകണമെന്നൊരാഗ്രഹം തോന്നി. സോ ഷീ ഡിസൈഡഡ് ടു പെർസ്യൂ മെഡിസിൻ. പക്ഷേ സിനിമ കണ്ടു വളർന്ന ബ്ലെസ്സിയല്ലേ, ഡോക്ടറായ മാത്രം പോരാ, ഒരു ലൈഫ് പാർട്ട്ണറും വേണം എന്നൊരു തോട്ട് വന്നു. ആൻഡ് ദാറ്റ് പേഴ്സൺ വാസ് നൺ അതർ ദാൻ സഹൃദയ അസോസിയേഷനിൽ അവളുടെ കൂടെ സ്ഥിരം ഡാൻസ് കളിച്ചു വളർന്ന നമ്മുടെ സ്റ്റെബിൻ. ഹായ് ടുട്ടു. ഹായ് ബ്ലെസ്സി. എടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഐ തിങ്ക് ഐ ലൈക്ക് സ്റ്റെബിൻ. ഓ മൈ ഗോഷ്, ഇതൊക്കെ മനസ്സിൽ വെച്ച് നടക്കാമോ? യു ഹാവ് ടു ടെൽ ഹിം. ബട്ട് ഒരു ബട്ടുമില്ല. നീ ഫോൺ എടുക്ക്, ഇപ്പം തന്നെ വിളിക്ക്. ഓക്കെ ഫൈൻ. Hi, Blessy. What's up? ഹായ് സ്റ്റെബിൻ. ആക്ച്വലി എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കിതെങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ബട്ട് ഐ തിങ്ക് ഏയ്, ഇപ്പോൾ ഒന്നും പറയണ്ട. പറയാൻ വന്ന കാര്യം മനസ്സിലായി. നീ ഇപ്പം ഒരു ഡോക്ടറാകാൻ പഠിക്കുമല്ലേ? ഇനിയും ഒരുപാട് എക്സാംസ് തോറ്റ് ജയിക്കാനുള്ളതാ. തൽക്കാലം വേറെ ചിന്തകളൊന്നും വേണ്ട. അങ്ങനെ ഒരു ഫോൺ കോൾ കാരണം ബ്ലെസ്സിയുടെ ഹോപ്സ് ഓഫ് ഫൈൻഡിങ് ലവ് പൊടിഞ്ഞ പപ്പടം പോലെയായി. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴപോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. അങ്ങനെ 5 years went by with many changes. ബ്ലെസ്സി മെഡിക്കൽ സ്കൂളിൽ ജോയിൻ ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച് ദേ ഇപ്പം കഴിയാറായി. സ്റ്റെബിൻ ഫുട്ബോളൊക്കെ വിട്ട് IT വേൾഡിലോട്ട് പോയി കോർപ്പറേറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് മൺഡേ ടു ഫ്രൈഡേ 9 to 5 റൂട്ടീൻസ് പതിവായി. വീക്കെൻഡ്സിൽ ഉറക്കം മാത്രം ടാർഗറ്റ്. അങ്ങനെ ഒരു വീക്കെൻഡ്. ഫൈനലി വീക്കെൻഡ് എത്തി. Let me chill with the boys. Yo, it's your boy. Yo. യോ മച്ചാനെ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? നമുക്കൊരു കല്യാണം കഴിക്കണ്ടേ? ശരിയാ, പക്ഷേ ലൈഫ് ഇപ്പം സ്റ്റേബിളാ. വെറുതെ അൺസ്റ്റേബിൾ ആക്കണോ? എന്നാലും എൻ്റെ മൈൻഡിൽ ഒരാളുണ്ട്. ആ ശരിക്കും മച്ചു പണ്ട് പറഞ്ഞ ആളാണോ? അവളോട് പറയാതെ പോയ ഇഷ്ടം അതിപ്പോഴും ഉണ്ടോ? അതൊക്കെ ഉണ്ട്. പക്ഷേ അവൾക്കിന്നോ ഇഷ്ടം ഉണ്ടായിരിക്കുമോ? അതൊക്കെ ഉണ്ടാവും മച്ചാനെ. കിട്ടിയാ കിട്ടി, പോയാ പോയി. മച്ചു പോയി അങ്ങ് പറഞ്ഞേ. ഇതുപോലെയുള്ള മോട്ടിവേഷൻസ് കിട്ടിയപ്പോൾ സ്റ്റെബിൻ ഒന്ന് ചാർജായി. സോ സ്റ്റെബിൻ അവൻ്റെ ഇഷ്ടം പറയാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. പാൽ പോലെ 16 എനിക്കൊരു ഗേൾഫ്രണ്ട് വേണം, ഇன்று പുതിதாக വിழுந்த மலர் போல எனக்கொரு ഗേൾഫ്രണ്ട് വേണം. ഇളയകാലത്തിൽ കടലിക്കാലത്തിൽ നെഞ്ചിൽ അരക്കൈകൾ അടിക്കണമേ, വിയർപ്പർ പാടിന്താൽ മഴയിൽ നനഞ്ഞാൽ മുഖത്തരി മുഖത്താൽ തുടയ്ക്കണമേ. ഇൻ ദ മീൻ ടൈം ബ്ലെസ്സി മെഡിക്കൽ എക്സാംസ് ഒക്കെ പാസ്സായി. അവളൊരു കുട്ടി ഡോക്ടറായി. സ്റ്റെതസ്കോപ്പിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് അറിയത്തില്ലേലും അത് ഉപയോഗിക്കാനെങ്കിലും അവൾ പഠിച്ചു. വി ഹോപ്പ്. ഓൾ ഓഫ് എ സഡൻ ഷി ഗെറ്റ്സ് എ ഫോൺ കോൾ ഫ്രം സ്റ്റെബിൻ.
ആ ഹലോ എന്നാടാ? ആ എടി, നീ നാളെ ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് കണ്ടാലോ? ഒരു കാര്യം പറയാനാ. അതെ, ഞാൻ നാളെ ഫ്രീ ആണല്ലോ. ഓക്കേടാ, എന്നാൽ നാളെ കാണാം. ആൻഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് അവളുടെ അടിവയറ്റിൽ ഏതാണ്ടൊക്കെ കിടന്ന് തിളയ്ക്കാൻ തുടങ്ങി. ആൻഡ് ദ നെക്സ്റ്റ് ഡേ തെക്കൻ കിഴക്ക് ഇംഗ്ലണ്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാറ്റുള്ള ദിവസം അവർ തമ്മിൽ കണ്ടു. ഹായ് സ്റ്റെബിൻ. ഹായ് ബ്ലസ്സി. സോ ടെൽ മീ, എന്താ പറയാനുള്ള? അത് നിനക്കറിയാലോ, ഞാൻ നമ്മുടെ അസോസിയേഷൻ്റെ സ്പോർട്സ് ഡേ ടീം ക്യാപ്റ്റനാ. നീ എല്ലാത്തിനും ജോയിൻ ചെയ്യണം, ഓക്കെ? അത്രേ ഉള്ളോ? ശരി, ഞാനോർത്തെ വേറെന്തോ സീരിയസ് കാര്യം പറയാനായിരുന്നെന്ന്. ആക്ച്വലി ഇതിലും സീരിയസ് ആയിട്ടൊരു കാര്യമുണ്ട്. ഐ നോ നീ ഇപ്പോൾ കരിയർ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തേണ്ട ആളാണ്. പക്ഷേ സത്യം പറയാമല്ലോ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. മനമാകെ നിറയും മഴവിൽ നീയാണേ, മധുരം തൂകും മഴയും നീയാണേ. നീ റെഡിയാണേൽ പോരുന്നോ എൻ്റെ കൂടെ? ആ, 5 വർഷത്തിന് ശേഷം അവൻ ഇങ്ങനെയെങ്കിലും ഒടുക്കം പറഞ്ഞല്ലോ. യെസ്, ഓഫ് കോഴ്സ്. സ്നേഹം ചേരും നേരം നെഞ്ചിൽ ചൊല്ലി നീ എൻ മിന്നും താലിപ്പൊന്നിൽ എന്നെൻ സ്വന്തം നീ. മനമാകെ നിറയും മഴവിൽ നീയാണേ, മധുരം തൂകും മഴയും നീയാണേ. ഞാൻ നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു. അങ്ങനെ അവരുടെ ലൈഫ് ഒരു ബി-ടെക് ഓം ശാന്തി ഓശാന സിനിമ പോലെ നടന്നു. അവരുടെ ഫാമിലീസ് എല്ലാം ഒത്തുചേർന്ന് അവരുടെ എൻഗേജ്മെൻ്റായി, അവരുടെ കല്യാണമായി. ആൻഡ് ലൈഫ് ഫുൾ ഓഫ് ഫൺ, ലാഫ്റ്റർ ആൻഡ് ഹാപ്പിനെസ്. ഓമനപ്പൂവേ ഓമനക്കോമള താമരപ്പൂവേ, രാവുമാഞ്ഞില്ലേ, ഇനിയും നേരമായില്ലേ, വിരിയാൻ താമസമെന്തേ? ദാഹിച്ചു മോഹിച്ചു തേനുണ്ണുവാ ഞാൻ ഓടി വന്നില്ലേ, മിഴികൾ നീ തുറന്നാട്ടെ, മധുരത്തേൻ പകർന്നാട്ടെ. പാദസരത്താളം കേൾക്കെ കാതിനിന്നോണമായി, വാർമുടിയിലേതോ പൂവായി പാതയിൽ വീണുപോയി. പറയാനെന്തോ വീടും ചുണ്ടിൽ തങ്ങി മിണ്ടാൻ വയ്യാവോ മനപ്പൂവേ. ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. തകിലടിയോ നിറപൊടിയോ മധുരവിടെ വിളിയലിയോ, നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ, നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാണടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ. അങ്ങനെ നമ്മുടെ കല്യാണവും കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ ജീവിതം ഹാപ്പി ആയിട്ട് കുറേ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയാക്കണം, ഓക്കെ? Yes, I am so happy and will do anything from my side to make this the best. ആണോ? എന്നാ നീ പോയി ആദ്യം ഒരു നല്ല ചായ ഇട്ടുകൊണ്ട് വാ. ഞാൻ കിച്ചണിൽ കയറിയിട്ടില്ല.
എനിക്ക് ചായ ഒന്നും ഉണ്ടാക്കാനും അറിയത്തില്ല. ഒരു ചായ പോലും? എന്റെ കർത്താവേ. പടകാളി ചണ്ടി ചങ്കിരി പോക്കിരി നമ്മുടെ പാട്ട് മാറിപ്പോയാ? ചങ്കിരി പോക്കിരി